ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുരക്ഷാ വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ സാധ്യത. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പിന്നാലെയുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പ്രധാനമന്ത്രി ജനങ്ങളോട് ആഹ്വാനം ചെയ്തതിന് പിന്നാലെയാണ് ഈ നീക്കം. പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ഏറ്റെടുത്ത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ചെലവ് ചുരുക്കൽ നടപടികൾ ആരംഭിച്ചുവെന്ന് വിവരമുണ്ട്. ഇതിനിടെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ ഇന്ത്യ ഉയർത്തിയെന്ന് വിവരം. വിനീത വിജി ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി ചേരുന്നു. പറയൂ വിനീത. സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നടപടി പ്രധാനമന്ത്രി തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ളൊരു നിർദ്ദേശം കൂടി നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിൽ, ഈ സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള വാഹന വ്യൂഹത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് നിലവിൽ അതിൽ ഏതാണ്ട് 12ഓളം വാഹനങ്ങൾ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് 50% കുറയ്ക്കാനാണ് അദ്ദേഹം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിന്റെ പകുതി മാത്രമായിരിക്കും ഇനി അദ്ദേഹത്തിന്റെ സുരക്ഷാ വാഹന വ്യൂഹത്തിൽ ഉണ്ടാവുക. ഒപ്പം തന്നെ നിലവിലുള്ള വാഹനങ്ങൾ അത് ഇലക്ട്രോണിക്സ് വാഹനങ്ങളിലേക്ക് മാറ്റാനും കുറിച്ച് ആലോചിക്കാനും അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പശ്ചിമേഷ്യൻ യുദ്ധങ്ങളുടെയൊക്കെ സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ഇന്ധന പ്രതിസന്ധി ഉയർന്നു വരുന്നു. ഇതിന്റെയൊക്കെ ഇടയിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പൊതുവേദിയിൽ അഭിസംബോധന ചെയ്യവേ തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹം തന്നെയാണ് ഒരു മാതൃക എന്ന തരത്തിൽ ഇങ്ങനൊരു നടപടിയിലേക്ക് അടക്കം എത്തിയിട്ടുള്ളത്. ഒപ്പം അദ്ദേഹത്തിന്റെ ആ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് UP അടക്കം യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയുടെയും ഒപ്പം തന്നെ മറ്റ് മന്ത്രിമാരുടെയും വാഹന വ്യൂഹത്തിന്റെ എണ്ണം 50% വെട്ടിക്കുറച്ചുകൊണ്ട് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ SK സൂചിപ്പിച്ച മറ്റൊരു വാർത്തയിലേക്ക് വരികയാണെങ്കിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ അത് ഇന്ത്യ 15% ഉയർത്തിയിരിക്കുകയാണ്. 6% നിന്നാണ് 15% തീരുവ ഉയർത്തിയിരിക്കുന്നത്. വിദേശ നാണയത്തിൽ കരുതൽ ശേഖരത്തിന്റെ സമ്മർദ്ദം അത് ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനം. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.